നീറ്റ് പരീക്ഷ ക്രമക്കേടിന് ജന്തർ മന്ദിറിലെ പാറ്റാപ്പാട്ടുകളുടെ സമരം നമ്മൾ കണ്ടു. ആ സമരത്തെ അടിച്ചൊതുക്കാൻ അവിടുത്തെ പോലീസ് മേധാവികൾ ശ്രമിച്ചു. ധാരാളം ജൻസി കുട്ടികൾക്ക് പരിക്കേൽക്കുകയും അവരെ പലരും ഹോസ്പിറ്റലിൽ ചികിത്സയിലുമാണ്. ഇതിനെ സംബന്ധിക്കുന്ന ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ BJP പാർട്ടി ഉണ്ടാക്കി. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന മന്ത്രിയുടെ രാജി, വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി പാറ്റാപ്പാട്ടുകൾ ഡിമാൻഡ് ചെയ്തു. അത് അവസാനം അതിന് BJPക്കാർ വഴങ്ങുകയും ചെയ്തു. പ്രധാനമന്ത്രി കുട്ടികളുടെ കാര്യങ്ങളെ പറ്റി ചില പ്രസ്താവനകൾ നടത്തി. അവർക്ക് അനുകൂലമായ രീതിയിൽ ആണ് അദ്ദേഹം പ്രസ്താവന നടത്തുകയും ചെയ്തു. പക്ഷേ ഇതിനെ സംബന്ധിക്കുന്ന ചില പരാതികൾ സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ 2 ദിവസമായിട്ട് അതിൻ്റെ വാദങ്ങൾ നടക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെയും അതുപോലെ ജോയ് മല്യ ബാഗ്ചിയുടെയും V മോഹനയുടെയും ബെഞ്ചിലാണ് ആ പരാതികളെല്ലാം കേൾക്കുന്നത്. ഏതായാലും സുപ്രീം കോടതി ഒരു കാര്യത്തിൽ സമ്മതിച്ചു. ഒരു റിട്ടയർഡ് ജഡ്ജിനെ കൊണ്ട് ഇക്കാര്യത്തെപ്പറ്റി അന്വേഷണം നടത്താം. അതും പരിഗണനയിലുണ്ട് സുപ്രീം കോടതിയുടെ. പ്രതിഷേധക്കാർക്കെതിരായി ധാരാളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസുകളിൽ FIR ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് പോലീസിന് അവസരം നൽകാം. അതോടൊപ്പം തന്നെ അതിൽ അറസ്റ്റൊന്നും പാടില്ല എന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അതുപോലെ ഇതിൽ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് അവർ ഈ കാര്യത്തിലൊക്കെയുള്ള ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. കാരണം FIR എടുത്തിട്ടുണ്ട്, അത് മുഴുവൻ പിൻവലിക്കാം എന്ന് പറഞ്ഞെങ്കിലും അത് അന്വേഷിക്കുന്നതിന് തടസ്സമില്ല എന്ന് സുപ്രീം കോടതി ഇപ്പം പറഞ്ഞ് ഇതിന് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ചില ആശങ്കകളുണ്ട്. പാർട്ടികളുടെ ആശങ്കകൾ ഇന്ന് സുപ്രീം കോടതി അവർ പങ്കുവെക്കും എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ജൻസിയിലെ ചില ഡെവലപ്മെൻറ്റുകൾ ആസാമിലുണ്ടായിരിക്കുന്നു. ആസാമിലെ കാസിരംഗ നാഷണൽ പാർക്ക് നമുക്കറിയാം. അത് അവിടുത്തെ ആസാമിലെ ആ പാർക്കിനടുത്ത് ധാരാളം ഗ്രാമീണർ, ട്രൈബിൽപ്പെട്ടവരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അവർ കുറേ നാളുകളായിട്ട് അവിടെ സമരമാണ്. കാസിരംഗ പാർക്കിനോട് ചേർന്ന് ഇപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ആ ഹോട്ടലിനെതിരെ അവിടെ ഗ്രാമീണർ സമരത്തിലാണ്. ആ സമരത്തിന് ഇപ്പം ജൻസി പാർട്ടിയിലെ ഒരു പെൺകുട്ടി പ്രണവ് ഡോളി എന്ന കുട്ടി അതിന് അവിടെ സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അപ്പോൾ ആ സമരം അടിച്ചമർത്തുന്നതിന് വേണ്ടി ആസാം ഗവൺമെൻറ് അവരെ കരുതൽ തടങ്കിൽ വെച്ച് ഈ സമരക്കാർക്ക് അനുകൂലമായി ജയറാം രമേശ് ഇപ്പം അവരോട് ഒപ്പം ചേർന്നതായിട്ട് നമുക്ക് കാണാം. കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതായാലും സുപ്രീം കോടതിയെ ഈ ജന്തർ മന്ദിറിലെ ആ കുട്ടികളേറ്റ പരിക്ക് അവരുടെ പരാതികളെല്ലാം പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യത്തോട് സുപ്രീം കോടതി നിരീക്ഷണത്തോട് ഈ ജനതാ പാർട്ടി അല്ലെങ്കിൽ പാറ്റാ പാർട്ടികൾ പാട്ടാ ജനതാ പാർട്ടി വിയോജിപ്പുണ്ട്. അവർ സമരം പൂർവാധികം ശക്തിയോടെ നടത്തും എന്ന് പറയുന്നുമുണ്ട്. എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് ഇവരുമായിട്ട് ഒത്തുതീർപ്പ് വ്യവസ്ഥ അനുസരിച്ച് ആ കേസുകളൊക്കെ പ്രതിസ്ഥാനത്തുള്ളവരെയൊക്കെ ആദ്യം നിന്ന് ഒഴിവാക്കാം. അവർക്ക് പരിക്കേറ്റവർക്കല്ല എല്ലാവർക്കൊക്കെ മെഡിക്കൽ സഹായം ഒപ്പം സാമ്പത്തിക സഹായവും നൽകാം എന്നൊക്കെ തത്വത്തിലൊക്കെ പറഞ്ഞെങ്കിലും അതുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്കവിടെ പെല്ലറ്റ് കൊണ്ട് കുട്ടികളുടെ ദേഹം 5 പേരുടെ ദേഹത്ത് അത് പതിച്ച കാര്യം നമുക്കറിയാം. ഒരാളുടെ കണ്ണ് പോയിട്ടുണ്ട്. ദേഹത്ത് പല സ്ഥലത്തിലും അവർക്ക് ചെറിയ പെല്ലറ്റുകൾ പതിഞ്ഞിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ കുട്ടികളെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള ഒരു കോഷനുമില്ലാതെ ഈ രീതിയിലുള്ള വെടിവെപ്പൊന്നും അംഗീകരിക്കാവുന്നതല്ല. അതുകൊണ്ട് അത് ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് അടിയന്തര നടപടി വേണം, ഡൽഹി പോലീസിനെതിരെ നടപടി വേണം എന്നൊക്കെ ഇവർ ഡിമാൻഡ് പറഞ്ഞെങ്കിലും അതൊക്കെ പരിഗണിക്കാം എന്നുള്ള രീതി പറഞ്ഞെങ്കിലും അതിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് പിന്നോട്ട് പോയ പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും ഇവർ ഒത്തൊരുമിക്കാനുള്ള ശ്രമത്തിലാണ്. അതിലേക്കൊരു വാണിംഗ് ഒക്കെ വന്നു കഴിഞ്ഞു. സുപ്രീം കോടതിയുടെ ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് മുന്നോട്ട് പോകണമെന്നുള്ളൂ. അതിനോടും ഈ പാർട്ടികൾ വിയോജിച്ചതാണ് കാണുന്നത്. എന്തായാലും ഇനിയൊരു സമരത്തിലേക്ക് ആ കുട്ടികളെ കൊണ്ടുവരാതെ രാജ്യത്തിൻ്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കണമെന്നെങ്കിൽ ഇവരുമായിട്ടുള്ള ഒരു രമ്യതയിൽ പോയി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതായിരിക്കും ബുദ്ധിപരമായ നീക്കമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ
ആ കുട്ടികളെ പ്രകോപിപ്പിക്കരുത്, അവരുടെ കേസുകൾ പിൻവലിക്കണം, അവർ വളരെ സമാധാനപരമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന രീതിയിൽ തന്നെയാണ് അവർ സമരം നടത്തിയത്. അവരെ കയറി ആക്രമിക്കൂ, അത് പോലീസ് സമരം അടിച്ചൊതുക്കാനൊരു ശ്രമം നടന്നു, അത് പാളിപ്പോയി. അതുകൊണ്ടാണ് അവിടെ AK-47 ഒരാൾ ഉപയോഗിക്കുന്ന, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉപയോഗിച്ചതായിട്ട് ഒരു പെല്ലറ്റ് വെച്ച് ഒരാൾ വെടിവെക്കുന്നതൊക്കെ നമ്മൾ കണ്ടു, പലർക്കും പരിക്കേൽക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ജനാധിപത്യ രീതിയിലെ ഭരണഘടന പറയുന്നതനുസരിച്ച് ഒരു സമരം നടത്തിയ കുട്ടികളെ ഈ രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ റിവോൾട്ട് ഉണ്ടാവും. അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടരുത്. കാരണം അവർ ജാതി മത ചിന്തയില്ലാതെ, സാമ്പത്തിക ചിന്തയില്ലാതെ എല്ലാവരും ഒരേ മൈൻഡ് സെറ്റിലായിട്ട് പോവുകയാണ്. അനീതിക്കെതിരായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ജെൻസി അല്ലെങ്കിൽ പാറ്റ പാർട്ടികൾ നടത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ത്യയിലെ എല്ലാ കോണുകളിലും ഒരേ മൈൻഡ് സെറ്റുള്ള കുട്ടികൾ ധാരാളമുണ്ട്. അവരെല്ലാവരും ഒന്നിച്ച് സംഘടിച്ച് ഡൽഹിയിലേക്ക് നീങ്ങും എന്നുള്ള ഭീഷണി നമ്മൾ കണ്ടു. അതുകൊണ്ട് അവരെ പ്രകോപിപ്പിക്കാതെ ഒരു സെറ്റിൽമെൻറ്റിലോട്ട് കാര്യങ്ങൾ നീക്കുന്നതാണ് ഉചിതമെന്ന് കരുതുന്നു.